ഞാന് ഒരു കഥ പറഞ്ഞിട്ട് തുടങ്ങാം. കഥ ഇഷ്ടമാണോ? കഥ കേട്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ കേട്ട് പരിചയമുള്ള ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. പണ്ട് ഒരു നാട്ടില് ഒരു തൊപ്പിക്കച്ചവടക്കാരനായ ആളുണ്ടായിരുന്നു. അറിയാം അല്ലേ? യെസ്. തൊപ്പിക്കച്ചവടക്കാരൻ എന്നും രാവിലെ എടുത്തിട്ട് തൊപ്പിക്കച്ചവടത്തിന് എന്ത് ചെയ്യും? ഇറങ്ങിപ്പോവും. ഓക്കെ. അങ്ങനെ കുറേ ദൂരം സഞ്ചരിക്കും ഈ മനുഷ്യൻ തൊപ്പി കൊട്ടയിലിട്ടിട്ട്. അങ്ങനെ കൊട്ട തലയിലും വെച്ചിട്ട് ഇയാളിങ്ങനെ നടന്ന് പോയി. കുറെ സമയം കഴിഞ്ഞപ്പോ ഈ മനുഷ്യന് അല്പം വിശ്രമിക്കണം എന്ന് തോന്നിയപ്പോ ഒരു മരത്തിന്റെ ചുവട്ടിൽ എന്ത് ചെയ്തു? ഇരുന്നു. അല്ലേ? ആ ഇരുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ഇയാൾ എന്തായി? ഉറങ്ങിപ്പോയി. ഓക്കെ. ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഇയാൾ കണ്ണു തുറന്ന് എണീറ്റ് നോക്കിയപ്പോ ഇയാളുടെ കൊട്ടയില് തൊപ്പിയൊന്നും കാണുന്നില്ല. തൊപ്പി ആരാ കൊണ്ടേത്? ആ മരത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു കുരങ്ങൻ ഈ തൊപ്പിയൊക്കെ എടുത്തുകൊണ്ടേ. ഓക്കെ. കുറെ സമയം ആലോചിച്ചു, എന്താ ചെയ്യാ, എങ്ങനെ തൊപ്പി കിട്ടുക? അവസാനം തൊപ്പി കച്ചവടക്കാരനൊരു ഐഡിയ തോന്നി. എന്താ തോന്നിയത്? സ്വന്തം തലയിൽ ഉണ്ടായിരുന്ന തൊപ്പി എടുത്തിട്ട് കുരങ്ങനെ എറിഞ്ഞു. അല്ലേ? കുരങ്ങനെ എറിഞ്ഞപ്പോ കുരങ്ങൻ എന്ത് ചെയ്തു? എല്ലാ തൊപ്പി എടുത്തിട്ട് തിരിച്ച് തൊപ്പി കച്ചവടക്കാരനെ എറിഞ്ഞു. അല്ലേ? അപ്പൊ തൊപ്പി കച്ചവടക്കാരന് സന്തോഷമായി. തൊപ്പിയൊക്കെ തിരിച്ചു കിട്ടി. വേഗം കൊട്ടയിലാക്കിയിട്ട് എന്ത് ചെയ്തു? ഓടിപ്പോയി. ഇത്ര നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്ന് ഈ കഥ കഴിഞ്ഞിട്ടില്ല. അന്ന് കഴിഞ്ഞു. പക്ഷെ വീട്ടിൽ പോയപ്പോ അദ്ദേഹത്തിന്റെ മകൻ വീട്ടിലിരിക്കുന്നു. അപ്പൊ ഈ അച്ഛൻ അല്ലെങ്കിൽ തൊപ്പിക്കച്ചവടക്കാരനായ ആള് തന്റെ മകനോട് ഇത് ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞു. സ്വാഭാവികല്ലേ? പറയൂലേ? അല്ലെ? ഞാനിങ്ങനെ പോയി, ഞാൻ വിശ്രമിക്കാൻ നേരത്തെ എന്റെ തൊപ്പിയൊക്കെ ആരെടുത്തുകൊണ്ടുപോയി? കുരങ്ങനെ എടുത്തു കൊണ്ടുപോയി. കുരങ്ങൻ കൊണ്ടുപോയപ്പോ എങ്ങനെ തിരിച്ചു കിട്ടാന്ന് എനിക്ക് ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടിയില്ല. അവസാനം ഞാൻ എന്ത് ചെയ്തു? എന്റെ തലയിലുള്ള തൊപ്പി എടുത്തിട്ട് എറിഞ്ഞു. അതൊരു നല്ല ഐഡിയ ആയിരുന്നു. തിരിച്ച് കുരങ്ങൻ എന്ത് ചെയ്തു? തൊപ്പി കൊണ്ട് എന്നെ എറിഞ്ഞു. അതുകൊണ്ട് എനിക്ക് തൊപ്പിയൊക്കെ കിട്ടി. ഞാൻ ഭയങ്കര സംഭവമാണ്. അല്ലേ? ഈ തൊപ്പിക്കച്ചവടക്കാരൻ പറഞ്ഞു ഞാൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ. കുറെ കാലങ്ങൾ കഴിഞ്ഞു. തൊപ്പിക്കച്ചവടക്കാരന് തൊപ്പിക്കച്ചവടം ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ കുടുംബത്തിന്റെ എല്ലാ പ്രാരാബ്ദങ്ങളും ഏറ്റെടുക്കാൻ നേരത്തെ ഈ കഥ കേട്ട തൊപ്പിക്കച്ചവടക്കാരന്റെ മകനായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. അന്ന് ചെറിയ കുട്ടിയായിരുന്നു, ഇപ്പൊ കുറച്ചൊക്കെ വലിയ ആളായി. അങ്ങനെ ഈ തൊപ്പിക്കച്ചവടക്കാരന്റെ മകൻ ഇതേപോലെ കൊട്ട നിറയെ തൊപ്പിയൊക്കെ ആയിട്ട് കച്ചവടത്തിന് പോയി. സുദീർഘമായി കുറെ നടന്നു കേട്ടോ. കുറെ നടന്ന് ക്ഷീണിച്ചപ്പോ അന്ന് അച്ഛൻ ഇരുന്ന പോലെ ഇവനും എന്ത് ചെയ്തു? ഒരു മരത്തിന്റെ ചോട്ടില് ഇരുന്നു. മരത്തിന്റെ ചോട്ടിലിരുന്നു. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അല്ലേ? ഉറങ്ങിപ്പോയപ്പോ ഇതേപോലെ പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പോ മറ്റൊന്നും സംഭവിച്ചില്ല. അന്ന് സംഭവിച്ച അതേപോലെ തന്നെ തൊപ്പിയിൽ മുഴുവൻ കുരങ്ങന്മാരെടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ അച്ഛൻ പറഞ്ഞ കഥ പെട്ടെന്ന് ഇവന് ഓർമ്മയായി. ആർക്ക്? ഈ മകന്. ഇവനെന്ത് ചെയ്തു? തന്റെ തലയിലുണ്ടായിരുന്ന തൊപ്പി എടുത്തിട്ട് പിന്നെ ആലോചിക്കാതെ ഒരൊറ്റ ഏറ്. അപ്പൊ ഒരു കുഞ്ഞി കുരങ്ങുണ്ടായിരുന്നു അപ്പുറത്തെ ചില്ലയില്. അവൻ ചാടി തൊപ്പി എന്ത് ചെയ്തു? ഒറ്റപ്പിടുത്തം പിടിച്ചിട്ട് നമ്മളുടെ തൊപ്പിക്കച്ചവടക്കാരന്റെ മകനോട് പറഞ്ഞു, എടാ അനക്ക് മാത്രല്ല വാപ്പ, എനിക്കും ഉണ്ട് വാപ്പാന്ന്. മനസ്സിലായോ? അനക്ക് മാത്രല്ല വാപ്പ, എനിക്കും ഉണ്ട് വാപ്പാന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഈ തൊപ്പിക്കച്ചവടക്കാരന്റെ മകൻ സ്മാർട്ടാവാൻ നോക്കി, അല്ലേ? പക്ഷെ അതിനേക്കാൾ സ്മാർട്ടായി ആര്? കുരങ്ങൻ, അല്ലെങ്കിൽ കുരങ്ങന്റെ മക്കള്. ഓക്കെ. നിങ്ങളോട് എനിക്ക് വല്ലാതെ വർത്താനം പറയാൻ പേടിയാണ്. കാരണം എന്താ അറിയോ?
നിങ്ങളൊക്കെ സ്മാർട്ടായിട്ടുള്ള ആളുകളാണ്. ഓക്കെ, നിങ്ങൾ ഹൈലി സ്മാർട്ടായിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ കഴിയും, ഞങ്ങളെ പോലെ അല്ല. ഓക്കെ, ഇപ്പൊ നിങ്ങളോട് അതുകൊണ്ട് തന്നെ ആൾക്കാർ പറയാം 21-ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റിലാക്കാം അല്ലെ? ആരാ പറഞ്ഞ് 21-ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റാക്കാന്ന് ആരാ പറഞ്ഞ്? ലാലേട്ടൻ അല്ലെ, മോഹൻലാല് പറഞ്ഞു അല്ലെ? അപ്പൊ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് വേണം. 21-ാമത്തെ വയസ്സാകുമ്പോഴേക്ക് ലൈഫ് സെറ്റിലാണ്. ഇത് നിങ്ങളുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, 21-ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റിലാക്കണം കേട്ടോ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതുകൊണ്ടും എല്ലാം പെട്ടെന്ന് ആർജിച്ചെടുക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. ഓക്കെ, പണ്ടൊക്കെ ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കി കഴിഞ്ഞാൽ അത് ഓണായി വരണം എന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും. ബൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ കാത്തിരിക്കണം, ഇതിങ്ങനെ കറങ്ങും. ഇപ്പോ സ്വിച്ച് ഇട്ട ഉടൻ കമ്പ്യൂട്ടർ ഓൺ ആവും അല്ലേ? അതേപോലെയാണ് നിങ്ങളുടെ ബ്രെയിന്. എന്തെങ്കിലും പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ പെട്ടെന്ന് മറന്നു പോവോ? അത് സാരമില്ല, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, നിങ്ങളുടെ പ്രോസസ്സർ മാറിയാണ്. ഞങ്ങളുടെ പ്രോസസ്സർ അല്ല നിങ്ങളുടെ തലയിലുള്ളത്. ഓക്കെ, കുറച്ചും കൂടെ ഒക്കെ പവർഫുൾ ആയിട്ടുള്ള പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സറാണ് ഇപ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് ആളുകൾ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളോട് വല്ലാതെ കളിക്കാൻ പേടിയുള്ള ഒരാളാണ് ഞാൻ. പാവാണ് കേട്ടോ, എന്നെ ഒന്നും ചെയ്യൂലല്ലോ. ഓക്കെ, യെസ്, നമുക്കൊരു ചെറിയ യാത്ര പോകാം. നിങ്ങൾ റെഡിയാണോ? ഈ ചിത്രത്തിൽ കാണുന്ന ട്രെയിനിലാണ് നമ്മൾ യാത്ര പോകുന്നത്. ഓക്കെ, ഈ ട്രെയിനൊരു പേരുണ്ട്, ബുള്ളറ്റ് ട്രെയിൻ അല്ലെ? ബുള്ളറ്റ് ട്രെയിൻ ആണ്. പക്ഷെ ഇതിന് സ്പെസിഫിക് ആയിട്ടൊരു പേരുണ്ട്. ഇത് സംഗതി AI ക്രിയേറ്റ് ചെയ്ത ഇമേജ് ആണെങ്കിലും ഇതൊരു റിയൽ ട്രെയിനാണ്. ചൈനയിൽ ഉള്ള ഒരു ട്രെയിനാണ്. ചൈനക്കാർ കണ്ടെത്തിയ ട്രെയിനാണ്. ഇതാണ് ഇപ്പോൾ ലോകത്ത് ഭൂമിയിൽ ഏറ്റവും വേഗതയിൽ ഓടുന്ന ട്രെയിൻ. ഓക്കെ, ഹയസ്റ്റ് സ്പീഡിൽ ഓടുന്ന ട്രെയിനാണ് ഇത്. ഇതിൻ്റെ പേര് CR450 എന്നാണ്. CR450 450 km/h സ്പീഡിൽ ഈ ട്രെയിന് ഓടും. ഏകദേശം ഒരു വിമാനത്തിനൊക്കെ സ്പീഡിൽ ഭൂമിയിലൂടെ ഓടുന്ന ട്രെയിനാണ് ഈ ട്രെയിൻ. അപ്പൊ ഈ ട്രെയിനിൽ നമുക്കൊരു യാത്ര പോയി നോക്കാം. നിങ്ങളുണ്ടോ? എങ്ങോട്ടാ പോവാ? നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ 2050 പോവാണ്. ഓക്കെ, 2050 പോവുക. നമ്മളിപ്പോ ഉള്ളത് ഏത് വർഷ? 2025 അല്ലേ? 2050 എത്തണമെന്നുണ്ടെങ്കിൽ എത്ര വർഷം എടുക്കും? 25 വർഷം എടുക്കും. നിങ്ങളൊക്കെ ജനിച്ചത് ഏത് വർഷ? 2010, 11, 12 ഒക്കെ അല്ലേ? 2025 ആയത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? പെട്ടെന്നായില്ലേ അല്ലേ? പെട്ടെന്നായ പോലെ തോന്നുന്നില്ലേ? ഉണ്ട്, അത് നമ്മളുടെ കാലത്തിന്റെ വേഗതയാണ്. ഇപ്പൊ 2050 ഞാൻ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ വിചാരിക്കും, പടച്ചോനെ 2050 ഏത് കാലത്ത് വരാനുള്ളതാണ്, ഇപ്പൊ അങ്ങോട്ട് പോകണമെന്നൊക്കെ ചോദിക്കും അല്ലേ? പക്ഷെ ഇത് വളരെ അടുത്താണ്. വളരെ പെട്ടെന്ന് നമ്മൾ എത്തും. കാരണം എന്താ? നമുക്ക് ബുള്ളറ്റ് ട്രെയിൻ ഉണ്ട്. നമ്മൾ CR450 പോകുന്നത്. ഓക്കെ, 2050 നമ്മൾ ജീവിക്കാൻ പോകുന്ന ഒരു ലോകത്തേക്ക് നമ്മളൊരു യാത്ര പോയി നോക്കുക. എന്തൊക്കെ ഉണ്ടാവും അവിടെ? എന്തൊക്കെ ഉണ്ടാവും? ആരാ എന്തോന്ന് പറഞ്ഞു? ഏയ്ന്നോ? കൂയിന്നോ? AI അല്ലേ? AI ഉണ്ടാവും. ഓക്കെ, പിന്നെന്താ ഉണ്ടാവുക? എന്താ പറഞ്ഞേ? ഉറക്കനെ പറയും, കേൾക്കുന്നില്ല. റോബോട്ട് ഉണ്ടാവും. ആരാ പറഞ്ഞ്? കൈ നോക്കിയാൽ മതി. റോബോട്ട് ഉണ്ടാവും. യെസ്. പിന്നെന്താ ഉണ്ടാവടാ? പറക്കുന്ന കാറ്, ഫ്ലൈയിങ് കാർസ്. വാവ്, ഫ്ലൈയിങ് കാർസ് ഉണ്ടാവും. ശരിയാണ് കേട്ടോ. പിന്നെന്താ ഉണ്ടാവുക? നിങ്ങൾ ആരെങ്കിലും ഫ്ലൈയിങ് കാർ കണ്ടുകണാ? ഇല്ല. പിന്നെ എങ്ങനെ നിങ്ങൾ ഫ്ലൈയിങ് കാർ ഉണ്ടാവും എന്ന് പറഞ്ഞ്? നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ കുറെ സംഗതിയൊക്കെ അല്ലേ? ഇപ്പൊ ഞങ്ങളൊക്കെ 1990 ജനിച്ച ആളുകളാണ്, 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ.
നിങ്ങൾ കംപ്ലീറ്റ്ലി 21-ാം നൂറ്റാണ്ടിൽ ജനിച്ച ആൾക്കാരാണ്. നിങ്ങൾ ടെക്നോളജിയിലേക്ക് ജനിച്ചു വീണ ആൾക്കാരാണ്. കംപ്ലീറ്റ്ലി ടെക്നോളജിയിലേക്ക് ജനിച്ചു വീണ ആളുകളാണ്. ഈ 13 മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികളെ സാധാരണ ടീനേജേഴ്സ് എന്ന് പറയും, അല്ലേ? ടീൻ ഏജേഴ്സ്. പക്ഷെ നിങ്ങൾ സ്ക്രീൻ ഏജേഴ്സ് ആണ്, അല്ലേ? സ്ക്രീൻ ഏജേഴ്സ്. നിങ്ങൾ സ്ക്രീനിലേക്കാണ് ജനിച്ചു വീണത്. ഓക്കെ. 2050 നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. 2025 തന്നെ അമേരിക്കയിലൊക്കെ പല സ്ഥലങ്ങളിലും യൂറോപ്പിലൊക്കെ സെൽഫ് ഡ്രൈവിംഗ് കാർസ് വന്നു. നിങ്ങൾ കേട്ടോ? സെൽഫ് ഡ്രൈവിംഗ് കാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓടുന്ന കാർ, ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാർ, അല്ലെ? ചൈനയിലൊക്കെ വ്യാപകമായിട്ട് ഉണ്ട്. ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ റോഡിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആക്സിഡന്റ് കൂടും എന്ന് പറയുന്ന ആൾക്കാർ കൈവന്നിച്ചേ. ആക്സിഡന്റ് കൂടും എന്ന അഭിപ്രായമുള്ള ആൾക്കാർ കൈവക്ക്. ഡ്രൈവർ ഇല്ലാത്ത കാർ വന്നു കഴിഞ്ഞാൽ ആക്സിഡന്റ് കൂടും. എന്നാൽ ആക്സിഡന്റ് കുറയുന്ന അഭിപ്രായമുള്ള ആൾക്കാർക്ക് ഇത് രണ്ടും അഭിപ്രായം ഇല്ലാത്ത ആൾക്കാർ അതെന്താ അങ്ങനെ? കുറച്ച് ആൾക്കാർ ഏതെങ്കിലും ഒരു അഭിപ്രായം വേണം. ഒന്നെങ്കിൽ ആക്സിഡന്റ് കൂടും അല്ലെങ്കിൽ കുറയും, അല്ലെങ്കിൽ ഇതേപോലെ ഇപ്പൊ ഉള്ള അതേപോലെ ആക്സിഡന്റ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എന്തായാലും ആക്സിഡന്റ് കുറയുന്ന പറയുന്നത്. കാരണം എന്താ അറിയോ? ലോകത്ത് ആക്സിഡന്റ് നടക്കുന്നതിൽ 95% ആക്സിഡന്റിന് കാരണം മനുഷ്യന്മാരുടെ മിസ്റ്റേക്സ് ആണ്. ഓക്കെ. മനുഷ്യന്മാർ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടോ? വെള്ളം അടിച്ചിട്ട് ഓടിക്കും, അല്ലെങ്കിൽ ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ ഡ്രൈവിംഗ് റൂൾസ് വയലേറ്റ് ചെയ്യും, ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് അത് സംഭവിക്കുന്നത്. എന്റെ ചോദ്യം, 2050 ജീവിക്കാൻ നിങ്ങൾ കോൺഫിഡന്റ് ആണോ എന്നാണ്. ഇതെന്താ ഓട്ടോമാറ്റിക് ആയിട്ട് പോകണ്ടല്ലോ? സോറി. ആർ യു കോൺഫിഡന്റ് ഇനഫ് ടു ലിവ് ഇൻ ആൻ അൾട്രാ അഡ്വാൻസ്ഡ് 2050? നിങ്ങൾ റെഡിയാണോ? നിങ്ങൾക്ക് 2050 ജീവിക്കാൻ പേടിയൊന്നുമില്ല? ഉറപ്പാണ്? കോൺഫിഡന്റ് ആണ്? കോൺഫിഡന്റാ? ഉറപ്പാ? ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പറയോ? Yes, I am confident to live in 2050. How many of you are confident enough? അടിപൊളി. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ഒരു 20% ആൾക്കാരുണ്ട്. ഇനി ആര് കോൺഫിഡന്റ് അല്ലാത്ത ആൾക്കാർ കൈ ഒന്നിച്ചാണ്? അപ്പൊ നേരത്തെ കൈ ഒന്നിക്കാത്ത ആൾക്കാരൊക്കെ പിന്നെ ഏത് കൂട്ടത്തിലെ പെടുക? ഒന്നും കൂടെ ചോദ്യം മനസ്സിലായില്ല? 2050 അള്ളാഹ് ആയുസ് തരാണെന്നുണ്ടെങ്കിൽ ആ കൊല്ലം ജീവിക്കാൻ കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാരൊന്ന് കൈവക്ക്. എല്ലാവരും കോൺഫിഡന്റ് ആണ്, അല്ലേ? എന്തുകൊണ്ടാ നിങ്ങൾ കോൺഫിഡന്റ് ആണെന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാ? എന്താ? പടച്ചോന് പേടിച്ചാ പോരെ, പിന്നെന്ത് 2050 അല്ലേ? യെസ്, അത് നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ 2050 നമ്മൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചില സ്കില്ലുകൾ ആവശ്യമുണ്ട്. ഓക്കെ. ഈ 2050 നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആശ്ചര്യത്തോടു കൂടി നോക്കിക്കാണുന്നതിൻ്റെ ഒരു കാരണം സാങ്കേതിക വിദ്യ അഥവാ ടെക്നോളജി ഹൈലി അഡ്വാൻസിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇപ്പൊ ഡ്രോണ് കേട്ട ആൾക്കാരൊക്കെ ഡ്രോണ് പറത്തുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ട്. ഡ്രോൺ എന്തിനൊക്കെയാ പറത്തുന്നത്? വിഷ്വൽസ് ഷൂട്ട് ചെയ്യാന്. വേറെ എന്തിനെങ്കിലും ഉണ്ടോ? അഗ്രികൾച്ചറിൽ ഉപയോഗിക്കും. ഈ കീടനാശിനിയൊക്കെ തളിക്കാൻ വേണ്ടിയിട്ട് ഡ്രോൺ ഉപയോഗിക്കുന്നത്. പിന്നെ ഡെലിവറിക്ക് ഉപയോഗിക്കുന്നുണ്ട്. വെരി ഗുഡ്. പിന്നെ കല്യാണത്തിനോ? കല്യാണത്തിന് ഷൂട്ട് ചെയ്യാന്. യെസ്. പിന്നെ ഗാസയില് കുറെ ബോംബിടാനൊക്കെ ഡ്രോൺ ഉപയോഗിച്ചു. ആര്? ഇസ്രായേലൊക്കെ പോലത്തെ രാജ്യങ്ങൾ, അല്ലേ? ഇങ്ങനെ ഡ്രോണൊക്കെ പോലെയുള്ള ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ സെൽഫ് ഡ്രൈവിംഗ് കാർസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2050 ആകുമ്പോഴേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലികളിൽ പലതും മാറിയിട്ടുണ്ടാവും, ഒരു സംശയമില്ല. ഇപ്പൊ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇതിൽ ഡോക്ടർ ആവാൻ താല്പര്യമുള്ള ആൾക്കാരൊന്ന് കൈ ഒന്നിച്ചേ. ഡോക്ടർ ആവാൻ, ഡോക്ടർ MBBS ഒക്കെ ചെയ്ത്
നല്ല ഡോക്ടർ ആവാൻ ആഗ്രഹമുള്ള ആൾക്കാർ കൈ പൊക്കട്ടെ അങ്ങോട്ട്. യെസ്, അടിപൊളി. യെസ്, എന്നാ വേണ്ട. എഞ്ചിനീയർമാരാവാൻ താല്പര്യമുള്ള ആൾക്കാർ കൈ. പൈലറ്റ് ആവാൻ താല്പര്യമുള്ള ആൾക്കാർ കൈ വന്നു. പൈലറ്റ് ഇല്ല. അഡ്വക്കേറ്റ് ആവാൻ താല്പര്യമുള്ള ആൾക്കാർ കൈ വന്നു. യെസ്, 1-2 ആൾക്കാർ. അപ്പൊ ഈ ബാക്കിയുള്ള ആൾക്കാർ ഭൂരിപക്ഷം ഇപ്പൊ എന്താ ആവാൻ ആഗ്രഹിക്കുന്നത്? ഫുട്ബോൾ പ്ലെയർ ആവാൻ ആഗ്രഹമുള്ളവർക്ക് കൈ വന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. യെസ്. ടീച്ചർ ആവാൻ ആഗ്രഹമുള്ള ആൾക്കാർ, ടീച്ചേഴ്സ്. അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ താല്പര്യമുള്ള ആൾക്കാർ കൈ വന്നു. എല്ലാത്തിനും കൈ വെക്കുന്ന ഒരാളുണ്ട് അവിടെ, അല്ലേ? അവള് ബ്രില്യൻ്റ് ആണ്, നിങ്ങളെ പോലെ അല്ല. ഇവിടെ ഒന്നിനും കൈ വെക്കാത്ത കുറെ ആൾക്കാരുണ്ട്, അവർക്കാട്ടിയും മെച്ചാണ്. എന്തായാലും ടെക്നോളജി ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ 2050 നമ്മളുടെ കയ്യിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് 2050 ജീവിക്കാൻ പറ്റുള്ളൂ. ഓക്കെ? അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ആരും അറിയാതെ പോകും, നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകും. ലോകത്തെ ഏറ്റവും പാവങ്ങളായിട്ട്, പാപ്പരായിട്ട് നമ്മൾ മാറും. എല്ലാവരുടെ ടെക്നോളജി, എല്ലാവരുടെ കാറും, എല്ലാവരുടെ സെൽഫ് ഡ്രൈവിംഗ് കാർസും, എല്ലാവരുടെ ഡ്രോണും, എല്ലായിടത്തും ഫോണും, സ്മാർട്ട് ഫോണൊക്കെ ഉള്ള സമയത്ത് നമ്മളെടുത്ത് 2050 ഈ പറഞ്ഞതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2050 ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സ്കില്ല്, അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സ് നമ്മളെടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായി പോകും? നമ്മൾ ആ കാലഘട്ടത്തിലെ ഏറ്റവും പാപ്പരായി പോകും, പാവപ്പെട്ട ആളുകളായിട്ട് മാറിപ്പോകും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കാണ്, എന്ത് സ്കിൽസാണ് 2050 നമുക്ക് വേണ്ടത്? ഇതൊരു ചോദ്യമല്ലേ? ടെക്നോളജിന്റെ സ്കില്ലാണെന്ന് പറയുന്ന ആൾക്കാർ കൈവച്ചാൽ, ഒന്നാമത് നമുക്ക് ടെക്നോളജിയുടെ സ്കില്ല് വേണം എന്ന അഭിപ്രായമുള്ള ആൾക്കാർ കൈവക്ക്. ബഹുഭൂരിപക്ഷം, ഒരു 70% ആൾക്കാരും പറഞ്ഞ് ടെക്നോളജിയെ കുറിച്ച് നമുക്ക് നല്ല അറിവുണ്ടായിരിക്കണം. ഓക്കെ, യെസ്. ഇനി കൈ പൊക്കാത്ത കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഒരെന്താ കൈ പൊക്കാതിരുന്ന്? നിങ്ങൾ ഉറങ്ങായിരുന്നോണ്ടാ? ഓക്കെ, ടെക്നോളജി അല്ലാത്ത ഏതെങ്കിലും ഒരു സ്കില്ല്. ഇപ്പൊ പാട്ട് പാടാൻ അറിയണം, 2050 ജീവിക്കണം എന്നുണ്ടെങ്കിൽ പാട്ട് പാടാൻ അറിയണം എന്ന അഭിപ്രായമുള്ള ആൾക്കാർ കൈവന്നിച്ച്? വേണ്ട. പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് ഉണ്ടാവണമെന്ന അഭിപ്രായമുള്ള ആൾക്കാരൊന്ന് കൈവന്നിച്ച്? കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് 2050. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് വേൾഡ് എക്കണോമിക് ഫോറം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അവര് 2025 ഏറ്റവും അത്യാവശ്യമുള്ള സ്കില്ലുകൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്തതാ. അപ്പൊ നിങ്ങൾ പറഞ്ഞ ടെക്നോളജിക്കൽ ലിറ്ററസി എന്ന് പറയുന്നത് 6ാം സ്ഥാനത്താണ് ഉള്ളത്. കണ്ടോ നിങ്ങൾ? ടെക്നോളജിക്കൽ ലിറ്ററസി. ഓക്കെ, 1ാം സ്ഥാനത്ത് എന്താ ഉള്ളത്? അനലിറ്റിക്കൽ തിങ്കിങ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അനലിറ്റിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? 2ാമത്തേൽ എന്താ ഉള്ളത്? റെസിലിയൻസ്. കേട്ടിട്ടുണ്ടോ? റെസിലിയൻസ്. ഇതൊക്കെ ഒരു സ്കില്ല അല്ലേ? അങ്ങനെ ഇതൊക്കെ ഒരു സ്കില്ലാണ് മാഷേ, ആരോ ചോദിച്ചില്ലേ? 3ാമത് പറഞ്ഞ ഫ്ലെക്സിബിലിറ്റി, എജിലിറ്റി, ലീഡർഷിപ്പ് ആൻഡ് സോഷ്യൽ. അത് കേട്ടിട്ടുണ്ട് അല്ലേ? ലീഡർഷിപ്പ് സ്കില്ല്. ഓക്കെ, ക്രിയേറ്റീവ് തിങ്കിങ് കേട്ടിട്ടുണ്ടോ? യെസ്. ഇതൊക്കെയാണ് 2050 ഏറ്റവും ആവശ്യമായിട്ടുള്ള സ്കില്ല് എന്നാണ് ലോകത്ത് പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വേൾഡ് എക്കണോമിക് ഫോറം പറയുന്നത്. ഹലോ 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 യെസ്, ഞാൻ പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക്? 2050 നമുക്ക് വേണ്ട സ്കില്ലുകളാണ് ഈ പറഞ്ഞത്. അപ്പൊ എന്താണ് അനലിറ്റിക്കൽ സ്കില്ല്? നമുക്ക് നോക്കണ്ടേ? യെസ്, നോക്കാം. നമുക്ക് അനലിറ്റിക്കൽ സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ടെത്തലാണ്. ഹലോ, സെൽഫ് ഡിസ്കവറിയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്? എനിക്ക് ഓടാൻ പറ്റും, ചാടാൻ പറ്റും,
നടക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, കളിക്കാൻ പറ്റും, പിന്നെ എഴുതാൻ പറ്റും, വായിക്കാൻ പറ്റും, അല്ലേ? ഇതൊക്കെ നമ്മളുടെ സ്കില്ലുകളാണ്, നമുക്കുള്ള കഴിവുകളാണ്. ഇതിൻ്റെ പുറമെ നമ്മളെ മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന എന്ത് കഴിവ് നമുക്കുണ്ട്? എന്തെങ്കിലും ഒന്ന് മറ്റുള്ളവരെക്കാൾ ഷാർപ്പായിട്ട് കൂടുതലായിട്ട് നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹലോ, മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഏതെങ്കിലും സ്കില്ലുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ സെൽഫ് ഡിസ്കവറി നമ്മളെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇത് ഏത് പ്രായത്തിലാണ് മനസ്സിലാവുക നമുക്ക്? 20 വയസ്സിലാ? 50 വയസ്സിലാ? 50 വയസ്സിലൊന്നും നമ്മളെ മനസ്സിലാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ ഏറ്റവും നേരത്തെ നമ്മളുടെ കഴിവുകളെ മനസ്സിലാക്കണം, നമ്മളുടെ ഉള്ളിലുള്ള സ്കില്ലുകളെ മനസ്സിലാക്കണം. ഓക്കെ, എനിക്ക് നന്നായിട്ട് ചിത്രം വരക്കാൻ കഴിയും. ഓക്കെ, നല്ല കഴിവാണ് ചിത്രം വരക്കാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, പക്ഷേ ഇന്നത്തെ ഒരു ചലഞ്ച് എന്താണെന്നറിയോ? ഇപ്പൊ പാട്ട് ഉണ്ടാക്കുക, മ്യൂസിക് കമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്, അല്ലേ? നല്ല AR റഹ്മാനൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? AR റഹ്മാൻ, ഗോപി സുന്ദർ ഇവരൊക്കെ പാട്ടുണ്ടാക്കും, കമ്പോസ് ചെയ്യും, മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. പക്ഷേ ഇവരൊക്കെ ഇന്നും നിലനിൽക്കുന്നത് ഒരു കാര്യമുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പാട്ടുണ്ടാക്കും, അല്ലേ? AI പാട്ടുണ്ടാക്കും, കമ്പോസ് ചെയ്യും. പക്ഷെ അതിനേക്കാൾ മികച്ച പാട്ടുണ്ടാക്കാൻ ആർക്ക് സാധിക്കുന്നുണ്ട്? AR റഹ്മാനും ഗോപി സുന്ദറിനൊക്കെ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ നിലനിൽക്കുന്നത്. ഇതേപോലെ നമ്മൾ ഇനി വരുന്ന ഒരു കാലഘട്ടത്തില് AIയേക്കാൾ മികച്ച രീതിയിൽ പാട്ട് പാടാന്, അല്ലെങ്കിൽ പാട്ടുണ്ടാക്കാന്, കഥ എഴുതാന്, ചിത്രം വരയ്ക്കാനൊക്കെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർവൈവ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യും? സ്കിൽഫുൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ സെൽഫ് ഡിസ്കവറി, എൻ്റെ ഉള്ളിലുള്ള കഴിവ് എന്താണ്, ഞാൻ ആരാണ് ആക്ച്വലി എന്നുള്ളത് തിരിച്ചറിയലാണ് അനലിറ്റിക്കൽ സ്കില്ലിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, ഈ ചിത്രത്തിലുള്ള ആളെ അറിയോ നിങ്ങൾക്ക്? ഇതാരാ അറിയോ? ഇതാണ് ബെഥാലി ഹാമിൽട്ടൺ എന്ന് പറയും. ഓക്കെ, 1990 ഈ ചിത്രത്തിൽ കാണുന്ന പെൺകുട്ടി ജനിച്ചത്. 1990. ഓക്കെ, 2003 ഇവര് ഒരു ദിവസം കടലിൽ പോയിട്ട് ഇതുപോലെ സർഫിംഗ് ബോർഡ് എടുത്ത് സർഫ് ചെയ്യുന്ന സമയത്ത് ഒരു ഷാർക്ക് വന്നിട്ട് ഇവരുടെ ഇടത്തെ കൈ കടിച്ചുകൊണ്ടുപോയി, ഇവരുടെ ലെഫ്റ്റ് ഹാൻഡ് കടിച്ചുകൊണ്ടുപോയി. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് കടിച്ചുകൊണ്ടുപോയി. ഈ ചിത്രത്തിൽ അവർക്ക് ലെഫ്റ്റ് ഹാൻഡ് ഇല്ല, നിങ്ങൾ കണ്ടോ? യെസ്, ഈ ചിത്രത്തിൽ അവർക്ക് 2 കൈയുണ്ട്, കണ്ടോ? അല്ലേ? യെസ്, ഈ ചിത്രത്തിൽ 2 കൈയുണ്ട്, ആ ചിത്രത്തിൽ അവർക്ക് ലെഫ്റ്റ് ഹാൻഡ് ഇല്ല. ഓക്കെ, നോക്കൂ നിങ്ങൾ, വളരെ മികച്ച രീതിയിൽ സർഫിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി 13ാമത്തെ വയസ്സിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ്. അതിനിടക്കാണ് ദൗർഭാഗ്യവശാൽ അവരുടെ ഇടത്തെ കൈ ഷാർക്ക് കടിച്ചു കൊണ്ടുപോവാണ്. ഒരു സർഫിംഗ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 2 കൈയും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താ അറിയോ? ബോഡി ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 കൈയും ചില പൊസിഷനിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് പ്രോപ്പറായിട്ട് സർഫ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഷാർക്ക് കടിച്ചു കൊണ്ടുപോയി കൈയും വെച്ച് ഇവര് ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോ അവർ പറഞ്ഞത്, എനിക്ക് ഇനിയും സർഫിംഗ് ബോർഡിൽ കയറണം എന്നാണ്. ഓക്കെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു അവയവം ഇല്ലാതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. തളർന്നു പോകും നമ്മൾ, അല്ലേ? സ്വാഭാവികമാണ്. പക്ഷേ ഈ പെൺകുട്ടി അന്ന് ആശുപത്രി കിടക്കയിൽ വെച്ച് പറഞ്ഞു, എനിക്ക് ഇനിയും സർഫിംഗ് ചെയ്യണം. 2005 കേവലം 2 വർഷങ്ങൾക്ക് ശേഷം ഇവര് അമേരിക്കയിലെ നാഷണൽ ചാമ്പ്യനായി സർഫിംഗിൽ 15ാമത്തെ വയസ്സിൽ. 2016 ഇവര് ഒരു അത്ഭുതം കാണിച്ചു. ആ അത്ഭുതം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതുവരെ 6 തവണ വേൾഡ് നമ്പർ 1 ആയിരുന്ന ആളെ ഫിജി എന്ന് പറഞ്ഞ രാജ്യത്ത് വെച്ച് സർഫിംഗിൽ ഇവർ പരാജയപ്പെടുത്തി. കണ്ടോ? പ്രയാസമുണ്ടായി, ജീവിതത്തിൽ തളർന്നു പോയി, പക്ഷെ തിരിച്ചു വന്നു.
അല്ലേ? ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി, ജീവിതത്തിൽ ഏൽക്കാവുന്ന തിരിച്ചു വന്നു. ആ തിരിച്ചുവരവിന് പറയുന്ന പേരാണ് റെസിലിയൻസ്. മനസ്സിലായോ നിങ്ങൾ? അതിനാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. പരീക്ഷയിൽ നമ്മൾ തോൽക്കും, ചിലപ്പോൾ നമ്മൾ വിചാരിച്ചത്ര മാർക്ക് കിട്ടില്ല. നിരാശപ്പെടേണ്ട, നമുക്ക് സമയമുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കൂല. നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ വിട്ടു പോകും. ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും നമ്മളുടെ കരിയറിലേക്കുള്ള യാത്രക്കിടയിൽ നമുക്ക് സംഭവിക്കും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ തിരിച്ചു വരാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകണം. ഈ കഴിവ് എവിടുന്ന കിട്ടുക? റെസിലിയൻസ്. റെസിലിയൻസ് എങ്ങനെ ഉണ്ടാവുക? കോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഞാനൊരു 5 മാസത്തെ കോഴ്സ് ചെയ്തിട്ട് റെസിലിയൻസ് ഉണ്ടാക്കിയിട്ട് വരാമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇതെങ്ങനെ ഉണ്ടാവുക? ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ വേറെന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇത് നമ്മൾ സ്വാഭാവികമായിട്ടും സ്കൂളിലും കോളേജിലും നല്ല കൂട്ടുകെട്ടിലും നല്ല ആളുകളുടെ ഇടയിലൊക്കെ ജീവിക്കുമ്പോൾ നമുക്കുണ്ടായി വരുന്ന ഒരു നാച്ചുറൽ സ്കില്ലാണ്. ഓക്കെ, ഇത് നമുക്ക് ആർക്കും ഉണ്ടാക്കി തരാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഇടയിൽ നമ്മളുടെ സർക്കംസ്റ്റാൻസസ്, നമ്മളുടെ എൻവയോൺമെന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നല്ല സ്കില്ലിൽപ്പെട്ട ഒന്നാണ് റെസിലിയൻസ്. അപ്പം നമ്മൾ പഠിക്കണം, നമ്മൾ നല്ല കോളേജിൽ പോകണം, നല്ല സ്കൂളുകളിൽ എത്തണം, നല്ല സബ്ജക്റ്റ് പഠിക്കണം, നല്ല ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് റെസിലിയൻസ് ഉണ്ടാവും. ഓക്കെ, യെസ്. ഞാൻ ചോദിക്കുകയാണ്, അടുത്ത 25 വർഷങ്ങൾക്ക് ശേഷം 2050, പക്ഷെ അടുത്തൊരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സാവും? ഒരു 24, 25 ആവും, അല്ലേ? ആ സമയത്ത് നിങ്ങൾക്കൊരു ജോലി വേണം, അല്ലേ? ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷൻ വേണം. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ സാമൂഹിക ജീവിതത്തെയൊക്കെ മനോഹരമാക്കാൻ നിങ്ങൾക്ക് നല്ലൊരു ജോലി വേണം, നല്ല കരിയർ വേണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, ഇല്ലേ? ആഗ്രഹമില്ലാത്ത ആൾക്കാർ കൈ വന്നിച്ചേ. ആരുമില്ല. എല്ലാവർക്കും നല്ലൊരു ജോലി ആഗ്രഹമുണ്ട്, നല്ല ഒരു പ്രൊഫഷന് ആഗ്രഹമുണ്ട്, അല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഭാവിയിലേക്കുള്ള കരിയറിനെ നമ്മൾ ചൂസ് ചെയ്യുക? ഹലോ, എണീറ്റിക്കണോ? ഉറങ്ങിപ്പോണ്ടോ? ഇല്ല. ഓക്കെ, എങ്ങനെ നമ്മൾ ഒരു കരിയർ ചൂസ് ചെയ്യും? ഏതെങ്കിലും ഒരു കരിയർ കിട്ടിയാൽ മതിയോ നമുക്ക്? 2050 നമ്മളെ ജീവിക്കാൻ കേപ്പബിൾ ആക്കുന്ന ഒരു കരിയർ വേണം. ഓക്കെ, 2050 കൂടെ ഗുണം ചെയ്യുന്ന ഒരു കരിയർ നമുക്ക് വേണം. അപ്പൊ അത് എങ്ങനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് ഒറ്റ മറുപടിയുള്ളൂ. നമ്മൾ നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. ആറ്റിറ്റ്യൂഡ് മാറ്റണം. ഓക്കെ, ആ ആറ്റിറ്റ്യൂഡ് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പറയട്ടെ? കേൾക്കുവോ? കേൾക്കണേ. യെസ്, ലെറ്റ്സ് ചേഞ്ച് അവർ ആറ്റിറ്റ്യൂഡ്. എന്നിട്ട് എന്താ എഴുതിയത്? അൺലോക്ക് യുവർ മൈൻഡ്. നമ്മളുടെ മൈൻഡിന്റെ പവർ എന്താന്ന് നിങ്ങൾക്കറിയോ? ഓക്കെ, എല്ലാവരും ഒന്ന് എണീറ്റുന്നേ. ചെങ്ങായി ഇത് വെറുപ്പിക്കണല്ലേ, ഓർക്കാനും അയക്കൂല. നിങ്ങളുടെ കയ്യിൽ ഒരു പൊട്ടുന്ന ഗ്ലാസ് ഉണ്ട്, പിടിക്ക്. നിങ്ങളുടെ കയ്യിൽ ഒരു പൊട്ടുന്ന ഗ്ലാസ് ഉണ്ട്, പിടിച്ചോ? എല്ലാവരും പിടിച്ചോ? ആ പൊട്ടുന്ന ഗ്ലാസ് നിറയെ നല്ല ചൂടുള്ള ചായ ഉണ്ട്. എടാ പിടിക്ക്. ഇതിന്റെ അറ്റത്ത് പിടിച്ചാൽ മതി, ഗ്ലാസിന്റെ അറ്റത്ത് പിടിക്കണേ. ഓക്കെ, അറ്റത്ത് പിടിച്ചു. നിങ്ങൾ മറ്റേ കയ്യിൽ ഒരു കാലി ഗ്ലാസ് ഉണ്ട്, പിടിക്ക്. അടുത്ത കയ്യിൽ ഒരു കാലി ഗ്ലാസ് ഉണ്ട്, പിടിച്ചോ? യെസ്. ചൂടുള്ള ചായ വലത്തെ കൈയിലെ ഗ്ലാസ്സിൽ നിന്ന് ഇടത്തെ കൈയിലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച എല്ലാരും. യെസ്. അവിടെ ചൂടുണ്ട്, ശ്രദ്ധിക്കണേ. ഇനി ഇടത്തെ കയ്യിലുള്ള ചായ വലത്തെ കൈയിലേക്ക് ഒഴിച്ച എല്ലാരും. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. ഇനി മെല്ലെ കുടിച്ചൊന്ന് ചൂട് ചെക്ക് ചെയ്തിട്ട്, ചൂടൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മെല്ലെ ചുണ്ട് വിറക്കുണ്ട്, ചുണ്ട് വിറച്ചുകൊണ്ട് ആ ചായ കുടിച്ചേ. യെസ്.
കണ്ട, ഇതിപ്പോ നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചായ കുടിച്ചതാണ്. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ ചൂട് കുറച്ചൊക്കെ ഫീൽ ചെയ്യാൻ പറ്റണില്ലേ? നിങ്ങളുടെ കൈ വിറക്കുന്നില്ലേ? ഉണ്ടാവും, വിറക്കണം. കാരണം നമ്മളുടെ മൈൻഡ് നമ്മളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ തൊട്ടടുത്തുള്ള ആളുടെ കൈ പിടിക്ക്, പഞ്ചഗുസ്തിക്ക് പിടിക്ക്. പഞ്ചഗുസ്തിയാണേ, പഞ്ചഗുസ്തി. ഓക്കെ, പഞ്ചഗുസ്തി. ഞാൻ റെഡി 1 2 3 എന്ന് പറയുമ്പോ എന്ത് ചെയ്യണം? പിടിക്കുക, എല്ലാരും പിടിക്കുക. തൊട്ടടുത്ത ആളെ കൈ പിടി. പഞ്ചഗുസ്തിയാണ്. കൈയില്ലാത്ത ആൾക്കാർ ബാക്കിക്ക് തിരിയടാ. ബാക്കിക്ക് തിരിഞ്ഞ ഒരാളെ കിട്ടും. യെസ്. ആ, റെഡി 1 2 3 എന്ന് പറയുമ്പോ പഞ്ചഗുസ്തി സ്റ്റാർട്ട് ചെയ്യണേ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. ഓക്കെ, സിറ്റ് ഡൗൺ. അതിൽ ജയിച്ച ആൾക്കാരൊന്ന് കൈവന്നിച്ചേ. പഞ്ചഗുസ്തിയിൽ ജയിച്ച ആൾക്കാർ. തൊട്ടടുത്തിരിക്കുന്ന രണ്ടാൾക്കാർ എന്തായാലും ജയിക്കൂല. ആ, തോറ്റ ആൾക്കാർ കൈവന്നിച്ച്. ആ, തോറ്റിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ? ജയിച്ച ആൾക്കാർ എന്തുകൊണ്ട് ജയിച്ചത്? തോൽക്കൂലെന്ന് ഉറച്ചതുകൊണ്ട് അല്ലേ? ഞാൻ തോറ്റു കൊടുക്കൂല. ഓക്കെ, തോറ്റ ആൾക്കാർ എന്തുകൊണ്ട് തോറ്റത്? വിട്ടുകൊടുത്ത ആൾക്കാരുണ്ട് ആരെങ്കിലും? ഓൻ ജയിച്ചോട്ടെ. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്, ചിലപ്പോൾ വിട്ടുകൊടുക്കും. ഓക്കെ, ഓൻ ജയിച്ചോട്ടെ എന്ന് പറഞ്ഞു. യെസ്, ഹലോ. യെസ്, നമ്മളുടെ മൈൻഡാണ് നമ്മളുടെ ശക്തി, പവർ. ഓക്കെ, അപ്പൊ നമ്മളുടെ മൈൻഡിനെ നമ്മൾ അൺലോക്ക് ചെയ്യണം. നമ്മൾ അൺലോക്ക് ചെയ്യണം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ബി ദ ഓണർ ഓഫ് ചേഞ്ച്, അല്ലെങ്കിൽ ബി ദ ഓണർ ഓഫ് ലൈഫ് എന്നൊക്കെ പറയും. നമ്മളുടെ ലൈഫിന്റെ ഓണർ, മുതലാളി നമ്മളാവണം. വേറുള്ളവർ പലതും പറയും. പലരും പലപ്പോഴും നമ്മളോട് പലതും പറയും. ഞാൻ നേരത്തെ പറഞ്ഞു 21-ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റിലാക്കണം. ആരാ പറഞ്ഞത്? മോഹൻലാൽ നമ്മളോട് പറഞ്ഞു. ആക്ച്വലി 21-ാമത്തെ വയസ്സിലൊന്നും ഒരാൾക്ക് ലൈഫ് സെറ്റിലാക്കാൻ കഴിയില്ല. 21-ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റിലായ ഒരാള് ഒരു 30 വയസ്സായാലും എന്താ ചെയ്യാ? ബോറടിച്ച് മരിക്കൂലേ? എടാ, ഒരു ചായ ബോറടി ഉണ്ടാവില്ലേ? അയാളുടെ 30s 40s ഒക്കെ വൻ ശോകമായിരിക്കും. ഓക്കെ, ഒന്നും ചെയ്യാനില്ലാതെ ഒരു രസമില്ലാത്തൊരു ജീവിതമായിട്ട് മാറും. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സെറ്റിലാവുന്നത്, നമ്മൾ നല്ല ഒരു കരിയർ തേടി പിടിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്താണ്, നമ്മൾ നല്ല കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്ന സമയത്താണ് നമ്മൾ സെറ്റിലായി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഒരിടത്ത് പോയി നിന്ന് സ്റ്റേബിൾ ആവുന്നതിനല്ല. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മളുടെ ജീവിതത്തിന്റെ ഓണർ ആരാവണം? നമ്മളാവണം. എന്ന് വെച്ചാൽ നമ്മൾ എന്താവണം എന്നുള്ളതിന് നമുക്കൊരു കൃത്യമായ ധാരണ ഉണ്ടാവും, പ്ലാൻ ഉണ്ടാവും. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ബി ദ ആർക്കിടെക്ട് ഓഫ് യുവർ ഫ്യൂച്ചർ. ആർക്കിടെക്ട് നിങ്ങളാവണം. നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത് നിങ്ങൾ തന്നെ ആവണം. ഓക്കെ, ഞാൻ എന്തുകൊണ്ട് ഇത് പറയാൻ കാരണം നിങ്ങൾക്ക് അറിയോ? പലതും നമ്മളെ വഴിതെറ്റിക്കാനായിട്ട്, നമ്മളുടെ ശ്രദ്ധയെ പിന്തിരിപ്പിക്കാനായിട്ട് നമ്മളുടെ ചുറ്റുപാടുണ്ട്. നമ്മളുടെ സ്വാഭാവികമായ ഒരു പ്രകൃതി, മനുഷ്യന്മാരുടെ സ്വാഭാവികമായ പ്രകൃതി വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സിമ്പിളായിട്ടുള്ള കാര്യം. ഇപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു 100 റീൽസ് കാണാൻ അവസരം തരികയാണ്. നിങ്ങൾ റെഡിയല്ലേ? സന്തോഷം. നമ്മൾ ഇരുന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് റീൽസ് കാണാം, 150 റീൽസ് കാണാം, 1000 റീൽസ് വരെ നമ്മൾ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു എഴുതി വരൂ, ഗ്ലോബലൈസേഷനെ കുറിച്ച് ഒരു എസ്സേ എഴുതി വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് തയ്യാറാവും? വളരെ കുറച്ച് ആൾക്കാരെ തയ്യാറാവുള്ളൂ. മാത്തമാറ്റിക്സിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം, എത്ര പേര് റെഡിയാവും? വളരെ കുറച്ച് ആൾക്കാരെ റെഡിയാവുള്ളൂ. അപ്പം വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം, വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് റിസ്ക് ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അവിടെയാണ് നമ്മൾ സ്വിം അഗെയിൻസ്റ്റ് ദി ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഒഴുക്കിനെതിരെ
നീന്തണം. ഈ ചിത്രത്തിലുള്ള 3 ആൾക്കാരെ നിങ്ങൾക്ക് അറിയോ? ഈ ഫസ്റ്റിലുള്ള ആളാരാ? പത്രം വായിക്കലില്ലേ? വാർത്ത കാണലില്ല? ഇല്ല. അത് ഇന്ത്യൻ ടീമിലെ ഒരു ക്രിക്കറ്ററാണ്, വനിതാ ക്രിക്കറ്ററാണ്. എന്താ പേര്? എടാ, നിങ്ങൾ 100-200 ആൾക്കാരുണ്ട്, ഒരാള് ആ കുട്ടീന്റെ പേര് പറയോ നോക്കട്ടെ ഞാൻ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഈ കുട്ടി, ഈ പെണ്ണ് വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. എന്താന്നറിയോ? ജമീമ റോഡ്രിഗസ് അല്ലേ? ജമീമ റോഡ്രിഗസിന്റെ ഒരു സ്റ്റോറി ഉണ്ട്. എന്താണെന്നറിയോ? അവരുടെ ജീവിതത്തിൽ ഒരുപാട് തളർച്ചയേറ്റ് വാങ്ങി. ഈ വേൾഡ് കപ്പിൽ തന്നെ ഇപ്പൊ ഒരു വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വനിതാ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട് ക്രിക്കറ്റിന്റെ. അപ്പൊ ആ സമയത്ത് അവർ ആദ്യത്തെ 2 മത്സരത്തിൽ ഡെക്കായി. പിന്നത്തെ 2 മത്സരത്തിൽ അവർക്ക് 4, 5 അല്ലെങ്കിൽ 10 താഴെ സ്കോർ മാത്രം സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും അവരെ കുറ്റം പറഞ്ഞു. അവസാനം വളരെ ക്രൂഷ്യലായിട്ടുള്ള ഓസ്ട്രേലിയനെതിരെയുള്ള സെമി ഫൈനലിൽ ഇവര് 127 റൺസ് അടിച്ച് സെഞ്ചുറി അടിച്ചിട്ട് ഇന്ത്യയെ ജയിപ്പിച്ചു. ഓക്കെ, അങ്ങനെയാണ് ജമീമ റോഡ്രിഗസ് ശ്രദ്ധേയായത്. ഇവരുടെ ജീവിതത്തെ കൃത്യമായ ഒരു പ്ലാനോട് കൂടിയാണ് മുന്നോട്ട് പോയതെന്ന് പിന്നീട് എന്ത് ചെയ്തു പറഞ്ഞു. ഇന്ത്യയെ ജയിപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം പ്രൂവ് ചെയ്യും, ഐ ആം കേപ്പബിൾ ഓഫ് ഡൂയിങ് ദിസ്, ഞാനിത് ചെയ്യാൻ കേപ്പബിൾ ആണ് എന്ന് കാണിക്കുമെന്ന് പറഞ്ഞിട്ടാണ് റോഡ്രിഗസ് അന്ന് കളിച്ചത്. ക്രിസ്ത്യാനോ റൊണാൾഡോ എത്ര വയസ്സായി? 40 വയസ്സായി. 40 വയസ്സായ ആൾക്കാർ പറയും വീട്ടിൽ ഇറങ്ങിയിരുന്ന് 200 ചോദിക്കും അല്ലേ? പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നും ഫുട്ബോൾ കളിക്കുകയാണ്, ബോഡി ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കളിക്കുകയാണ്. എന്താണ് ലൈഫിൽ എന്താവണം, എൻ്റെ ഫ്യൂച്ചർ എങ്ങനെ ആവണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉള്ളത് കൊണ്ടാണ്. ലയണൽ മെസ്സി അല്ലേ, ഒരുപാട് വേൾഡ് കപ്പ് കളിച്ചു, അതിലൊക്കെ തോറ്റു അല്ലേ, ടീം പല പരാജയങ്ങൾ ഏറ്റുവാങ്ങി. പക്ഷെ അവസാനം ഇത്തവണത്തെ വേൾഡ് കപ്പ് നേടുമെന്ന് പറഞ്ഞ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീനക്ക് ട്രോഫി വാങ്ങിക്കൊടുത്തു ക്യാപ്റ്റൻ അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ബി ദ ആർക്കിടെക്ട് ഓഫ് യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ എന്ത് ചെയ്യണം? ആർക്കിടെക്ട് ചെയ്യണം, അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്യണം. ഇവിടെയാണ് നമ്മളുടെ പഠനത്തിലേക്ക്, നമ്മുടെ കരിയറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ, ഞാൻ എന്തിന് ഒരു കരിയർ ചൂസ് ചെയ്യണം? ഞാൻ എന്തിന് എഞ്ചിനീയർ ആവണം? ഞാൻ എന്തിന് ഡോക്ടർ ആവണം? ഞാൻ എന്തിന് അഡ്വക്കേറ്റ് ആവണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാവണം. പണ്ടൊന്നും ആളുകൾക്ക് ഇത് പറഞ്ഞു തരാൻ ആളില്ലായിരുന്നു. ഓക്കെ, പക്ഷെ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആൾ ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഫോണിൽ ChatGPT ഉണ്ട്, നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ഉണ്ട്, ജെമിനി ഉണ്ട് അല്ലേ, പല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇന്ന് ഈ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല. മുമ്പുള്ള ആളുകൾ എന്തായിരുന്നു? കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചിരുന്നത്. അവർ എഞ്ചിനീയറിംഗ് എടുത്തത് ആരോ പറഞ്ഞ് തള്ളിവിട്ടതിന്റെ പേരിലാണ്. അവർ ഡോക്ടറായത് ആരോ പറഞ്ഞ് തള്ളിവിട്ടതിന്റെ പേരിലാണ്. ലക്ഷ്യം സ്വന്തമായിട്ട് ഉണ്ടാവാത്ത ആളുകളായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ നമുക്കറിയണം എന്തിനാണ് നമ്മൾ ഈ കരിയർ ചൂസ് ചെയ്യുന്നത്. എന്തിന് ഞാനൊരു ഡോക്ടർ ആവണം? എന്തിന് ഞാനൊരു ബിസിനസ്മാൻ ആവണം? എന്തിന് ഞാനൊരു അഡ്വക്കേറ്റ് ആവണം? എന്തിന് ഞാനൊരു ടീച്ചർ ആവണം? ഓക്കെ, ഇത് നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ മനസ്സിൽ ഉണ്ടാകണം. മൂന്നാമത്തെ നമ്മളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് സംതിങ്. നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ക്രിയേറ്റീവ് തിങ്കിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നേരത്തെ പറഞ്ഞു. ഓക്കെ, നമ്മൾക്ക് നമ്മളുടേതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് വെക്കാൻ പറ്റണം. അത് ചിലപ്പോൾ ഒരു സർവീസ് ആവാം, ചിലപ്പോൾ ഒരു വസ്തു ആകാം. ഈ ചിത്രത്തിലുള്ള ആളാരും നിങ്ങൾക്ക് ധാരാ ഹേബൽ അല്ലേ? ഹേബൽ അൻവർ ആരാ? വൈറ്റ് ഹോളിനെ കുറിച്ച് ഒരു റിസർച്ച് പ്രബന്ധം എഴുതിയ ആളാണ്. ഹേബൽ ആദ്യം ചെയ്തത് എന്താ അറിയോ? ഒരു കമ്പ്യൂട്ടർ സ്വയം ഡെവലപ്പ് ചെയ്തെടുത്തു.
ഹേബലിന് പഠിക്കാൻ വേണ്ടിയിട്ട്. എത്ര വയസ്സായിട്ടുണ്ട് ഹേബലിന്? 13 വയസ്സായിട്ടുള്ളൂ. സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തു അല്ലേ? സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്രിയേറ്റ് സംതിങ്, പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ, ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മളിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിന് സമയം ചെലവഴിക്കുന്നില്ല. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ അതിന് ചെലവഴിക്കുന്നില്ല. അവിടെ സക്സസ് ആയിട്ടുള്ള ഒരാളാണ് ആര്? ഹേബൽ അൻവർ എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്തെ കാര്യം, ബി ആൻ എക്സ്പെരിമെന്റർ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു എക്സ്പെരിമെന്റർ ആവണം. എക്സ്പെരിമെന്റർ അല്ലെങ്കിൽ നമ്മൾ എന്താവുക എന്നറിയോ? എക്സ്പെരിമെന്റർ അല്ലെങ്കിൽ നമ്മൾ എന്താവുക? നമ്മളൊരു കൺസ്യൂമർ ആവും. നമ്മള് മറ്റുള്ള ആളുകൾ ഉണ്ടാക്കുന്നത് നമ്മളിങ്ങനെ ഏറ്റെടുത്ത് ജീവിക്കുന്ന ആളുകളായി മാറും. ഒരു കാര്യം എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് പല പരാജയങ്ങളുണ്ടാവും. ചിലതൊക്കെ പാളിപ്പോകും. ഇപ്പൊ തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടെത്തി. ഒറ്റ ദിവസം കൊണ്ട് കണ്ടെത്തിയാണോ? അല്ല, കുറേ കാലത്തെ പരിശ്രമത്തിന്റെ ഇടയിൽ കണ്ടെത്തിയാണ്. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. ലോകത്ത് കണ്ടുപിടിച്ച എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും പിന്നിലും ഒരുപാട് അധ്വാനങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് എക്സ്പെരിമെന്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കാൻ ശ്രമിക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ പരാജയത്തിനും വിജയത്തിനും ഇടയിൽ ഒരു ചെറിയ ചാട്ടത്തിന്റെ ഗ്യാപ്പുള്ളൂ. പരാജയത്തിനും വിജയത്തിനും ഇടയിൽ നമ്മളൊന്ന് ചാടേണ്ട പ്രശ്നമേ ഉള്ളൂ. ചാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ വീണാൽ നമ്മൾ തിരിച്ചു വന്ന് വീണ്ടും ആ പാറ കയറി അതിൻ്റെ അവിടെ നിന്ന് മേലെ വീണ്ടും ചാടും. ഓക്കെ, കൂടുതൽ ശക്തിയോടെ ചാടും. അപ്പോഴാണ് നമുക്ക് സക്സസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഫെയിലറിനെ കുറിച്ച് നമ്മൾ പേടിക്കുകയാണ്. പരാജയപ്പെട്ടു പോവാം. അപ്പൊ ഈ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പലതും എക്സ്പെരിമെന്റ് ചെയ്യാത്തത്. ഹലോ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുമെന്നുള്ള പേടി കാരണമാണ് നമ്മൾ പലതും എക്സ്പെരിമെന്റ് ചെയ്യാത്തത്. അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് എത്താൻ ഒരു ചാട്ടത്തിന്റെ, ഒരു ശ്രമത്തിന്റെ, ഒരു സ്റ്റാർട്ടിന്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, അടുത്തത് അവസാനത്തെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങൾ ജീവിതത്തിൽ ഡിസിപ്ലിൻഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ലൈഫിൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. നിങ്ങൾ കുറേ മോട്ടിവേഷൻ ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ മോട്ടിവേഷൻ ലാസ്റ്റിംഗ് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതം ഒരു ഡിസിപ്ലിൻഡ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ധാരണയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ റൂട്ടീനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ഒരു ഡിസിപ്ലിനായിട്ട്, ഒരു റൂട്ടീനായിട്ട്, ഒരു ഹാബിറ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും മികച്ച കരിയറിലേക്ക് എത്താൻ പറ്റും. അവസാനം നമ്മളുടെ ആറ്റിറ്റ്യൂഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഡ്രീം ബിഗ് എന്നുള്ള, വലിയ സ്വപ്നങ്ങൾ കാണാം, വലിയ സ്വപ്നങ്ങൾ കാണാം, ആകാശത്തോളം സ്വപ്നം കാണാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പടിപടിയായിട്ട് ആ സ്വപ്നത്തിൽ എത്തിച്ചേരും. ഓക്കെ, അപ്പൊ ഞാൻ 6 കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. ഈ 6 കാര്യങ്ങൾ പറഞ്ഞത് എന്തിനാണെന്നറിയോ? നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ട് ആ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ കരിയർ ചൂസ് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞു, ബി ദ ഓണർ ഓഫ് യുവർ ചേഞ്ച്, യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓണർ ആരായിരിക്കണം? നിങ്ങളാവണം. നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. നിങ്ങൾ പഠിച്ചു മുന്നേറണം. ഓക്കെ, രണ്ടാമത്തെ എന്താ പറഞ്ഞത്? ബി ദ പറയ് ബി ദ ആർക്കിടെക്ട് ഓഫ് യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ ഫ്യൂച്ചറിന്റെ ആർക്കിടെക്ട് നിങ്ങളാകണം. മൂന്നാമത്തെ എന്താ പറഞ്ഞത്? ക്രിയേറ്റ് സംതിങ്. പുതിയതെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമം, പുതിയതൊക്കെ കാണിച്ചു കൊടുക്കണം ആളുകൾക്ക്. ഓക്കെ, നാലാമത്തെ എന്താ പറഞ്ഞത്? എക്സ്പെരിമെന്റർ. ബി എ എക്സ്പെരിമെന്റർ. ഒരു എക്സ്പെരിമെന്റർ ആയി മാറുക. അപ്പൊ നിങ്ങളുടെ
പരാജയത്തിനും സക്സസിനും ഇടയ്ക്കുള്ള ഒരു ചാട്ടം, ഒരു സ്റ്റാർട്ട്, അതിന്റെ മാത്രം ഒരു വ്യത്യാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിൽക്കും അല്ലേ? അപ്പൊ വിജയത്തിലേക്ക് എത്താൻ ഒരു ചാട്ടം, ഒരു ജസ്റ്റ് സ്റ്റാർട്ട് മാത്രം ആവശ്യമുള്ളൂ. അഞ്ചാമത്തെ എന്താ പറഞ്ഞത്? ബി ഡിസിപ്ലിൻഡ് ഇൻ യുവർ ലൈഫ്. നമ്മളുടെ ലൈഫിനെ ഡിസിപ്ലിൻഡ് ആക്കണം. ഇങ്ങനെ ഡിസിപ്ലിൻഡ് ആയ ആളുകൾക്ക് മാത്രമേ നല്ല കരിയറിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അവസാനത്തത് ഡ്രീം ബിഗ് അല്ലേ? പണ്ടൊക്കെ കരിയർ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ആൾക്കാർ പറയും, നീ ഡോക്ടർ ആവണം, അതുകൊണ്ട് നീ +2 കഴിഞ്ഞ് എന്ത് ചെയ്യണം, സയൻസ് എടുക്കണം, സയൻസ് എടുത്തിട്ട് MBBS എടുക്കണം, MBBS എടുത്ത് MD എടുക്കണം, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. ഇത് കരിയറിന്റെ മേഖലയിൽ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കൂല. കാരണം എന്താ അറിയോ? നിങ്ങൾക്ക് സുന്ദർ പിച്ചായിനെ അറിയോ? അരവിന്ദ് കെജ്രിവാളിനെ അറിയോ? അരവിന്ദ് കെജ്രിവാൾ ഒരു IIT ഗ്രാജുവേറ്റ് ആണ്. പക്ഷെ അദ്ദേഹം പിന്നീട് പൊളിറ്റീഷ്യനായി അല്ലെ, പൊളിറ്റീഷ്യനായി മാറി. രഘുറാം രാജൻ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഒരു ഗവർണർ ഉണ്ടായിരുന്നു. അദ്ദേഹം എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളാണ്. പിന്നീട് അദ്ദേഹം എക്കണോമിക്സ് പഠിച്ചിട്ട് ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഗവർണറായി മാറി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരുപാട് സാധ്യതകളാണ് നമ്മുടെ മുന്നിൽ മാറാനും മാറ്റാനും ഒക്കെ ഉള്ളത്. അപ്പൊ ഒരു നിശ്ചിത വഴിയിൽ ഇങ്ങനെ പോവാന്നല്ല, മാക്സിമം എക്സ്പെരിമെന്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ല സക്സസ് ഉണ്ടാകും. അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. നല്ല കരിയർ നിങ്ങളെ തേടി കാത്തിരിക്കുന്നുണ്ട്. 2050 ജീവിക്കാൻ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകളാവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ആറ്റിറ്റ്യൂഡ്സ് നമ്മൾ മാറ്റിയേ മതിയാകും. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്. വാഖിർ ദവാന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.